Hi, this is part 2 of birth trauma. We part 1 discuss psycho education, trauma education, birth trauma മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ കഴിഞ്ഞു. അടുത്തത് നമ്മൾ physiology of birth കണ്ടു. ഇനി ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനകത്ത് എങ്ങനെ ട്രോമ വരിക അല്ലേ? സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ബർത്ത് ട്രോമ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാൻ പറ്റിയ ചില ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ നല്ലൊരു ഫിസിയോളജി ഓഫ് ബർത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു. ഐഡിയൽ സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. പക്ഷേ എന്നെ പോലുള്ള പ്രൊഫഷണൽസ്, എസ്പെഷ്യലി നമ്മൾ പോസ്റ്റ്മോർട്ടം കൗൺസിലിങ്ങിലും ലാക്ടേഷൻ കൗൺസിലിംഗും ഒക്കെ കാണുന്നത് എന്താ വെച്ചാൽ മദേഴ്സ് ആർ ഗിവിങ് എ ലോട്ട് ഓഫ് വെരി സാഡ് എക്സ്പീരിയൻസസ് ആൻഡ് ദേ ആർ നോട്ട് റിയലി വെരി ഹാപ്പി വിത്ത് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ബർത്ത് കേട്ടോ. ഇപ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് ആയിട്ട് ആരൊക്കെയോ വന്ന് വെജൈനൽ എക്സാമിനേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു മാം. DMs ഒത്തിരി കിട്ടാറുണ്ട്, 100 കണക്കിന് DMs ഉണ്ട്. ഇൻഫാക്റ്റ് എൻ്റെ പേജിൽ തന്നെ കുറേ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹൈലൈറ്റ്സിൽ. പക്ഷേ ഞാനത് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടെ ഇൻഫർമേഷൻ ഓവർലോഡ് ആക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് പറയാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വെജൈനൽ എക്സാമിനേഷൻസ് ചെയ്തു മാം, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, വന്ന് കൺസെൻറ്റ് ചോദിക്കുവാണെങ്കിൽ പോലും വേണ്ടില്ലായിരുന്നു, എന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ്ടാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ കുറേ തവണ ആരൊക്കെയോ വന്ന് ചെയ്തു. പിന്നെ വേറെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വെജൈനസ്മസ് പോലത്തെ പ്രോബ്ലംസ് ഉള്ളവരാണ്. സോ ഓൾറെഡി അവർക്ക് ഈ പെനട്രേഷൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഭയങ്കര പേടിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ്ടൊക്കെയാണ് ഇത് ചെയ്തത്. ചൈൽഡ് ബർത്ത് പോലും ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചു മാം, എനിക്ക് PV സഹിക്കാനേ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ പേര്. അതുപോലെ തന്നെ എപ്പിസിയോട്ടമിയുടെ സ്റ്റിച്ചസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ചൈൽഡ് ബർത്തൊക്കെ ഞാൻ സഹിച്ചു, പക്ഷേ എപ്പിസിയോട്ടമി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഒന്ന് കൂടെ നിന്നാൽ മതിയായിരുന്നു എന്ന് പ്രതീക്ഷിച്ച കുറേ പേരുണ്ടായിരുന്നു. സോ എനിക്കൊന്ന് ആരുടെയും കയ്യിൽ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് സപ്പോർട്ടിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അല്ലെങ്കിൽ എന്നെ ആരൊക്കെ വഴക്ക് പറഞ്ഞു, ഞാൻ കോപ്പറേറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് എന്നെ യെല്ല് ചെയ്തു എൻ്റെ അടുത്ത്. എനിക്ക് അതൊക്കെയാണ് മൈൻഡിലോട്ട് കയറി വരുന്നത്, അല്ലാണ്ട് ചൈൽഡ് ബർത്ത് എക്സ്പീരിയൻസ് അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ ഞാൻ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, എന്നിട്ട് പോലും എനിക്ക് എമർജൻസി C-സെക്ഷൻ ആയിപ്പോയി, അതാണ് എനിക്ക് ഏറ്റവും വലിയ ട്രോമ ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ പേര്. അതുപോലെ തന്നെ C-സെക്ഷൻ ആണ് എല്ലാവർക്കും ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും പറയില്ല. കാരണം C-സെക്ഷൻ പ്രതീക്ഷിച്ചിരുന്ന അവരുടെ ബോഡിയും മൈൻഡും അതിനനുസരിച്ച് പ്രിപ്പയർ ആയിരുന്ന ആളുകൾ അത്ര ട്രോമാറ്റിക്കായിട്ട് അതിനെ എടുത്തിട്ടില്ല, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ തീരെ പ്രതീക്ഷിത ഘട്ടങ്ങളിൽ അങ്ങനെ ആയി പോകുമ്പം കുറേ പോസ്റ്റ്മോർട്ടം മദേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ദേ തിങ്ക് ദെയർ ബോഡി ഫെയിൽഡ് ദം എന്നാണ് അവർ യൂസ് ചെയ്ത ലൈൻ. ഐ തിങ്ക് മൈ ബോഡി ഫെയിൽഡ് ദം, ഇതുപോലും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. സോ ഐ എം ഫീലിംഗ് വെരി ഗിൽറ്റി ആൻഡ് ഐ എം ഫീലിംഗ് വെരി റിഗ്രറ്റ്ഫുൾ ആൻഡ് ഐ ഹേറ്റ് മൈ ബോഡി ഫോർ നോട്ട് ഡൂയിങ് ദ വർക്ക് ദാറ്റ് ഇറ്റ് വാസ് സപ്പോസ് ടു ഡു എന്നൊക്കെ ധാരാളം മദേഴ്സ് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓൾറെഡി ആ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി തന്നെ അകത്തുനിന്ന് സൊമാറ്റിക് ഇൻ്റലിജൻസ് തന്നെ എനിക്ക് പറഞ്ഞു തരും എൻ്റെ പൊസിഷൻ മാറ്റണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിൻ്റെ സമയത്തും ബോഡി അകത്തുനിന്ന് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കാൽ അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിൻ കുറച്ചുകൂടെ കുറയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ബ്രീത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ബെറ്റർ ആയിരിക്കും എന്നൊക്കെ അകത്തുനിന്ന് ഇൻഫർമേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ബോഡി സിമ്പത്തറ്റിക് മോഡിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പിക്ചർ ഒരു തവണ കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയൂ, ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് മദേഴ്സിൻ്റെ ബോഡി, വിമൻ്റെ ബോഡി സിമ്പത്തറ്റിക്കിലാണോ പാരസിമ്പത്തറ്റിക്കിലാണോ? നിങ്ങളൊരു വുമൺ ആണ്, നിങ്ങൾ ചൈൽഡ് ബർത്ത് അണ്ടർഗോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി പറയൂ, നിങ്ങളുടെ ബോഡി ഏത് മോഡിലായിരുന്നു? വെരി റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി ആൻഡ് did you allow the body to do its job? അങ്ങനെയൊക്കെ ആയിരുന്നു. അതോ were you in that fight or flight mode of I don't know what's going on, എന്തൊക്കെയോ പറയുന്നുണ്ട്, ആ ടെർമിനോളജീസിൻ്റെ ഒന്നും അർത്ഥം എനിക്കറിയില്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. സോ ഇതാണ് ഞാൻ മെയിനായിട്ട് ക്ലയൻറ്റുകളോട് പറയാറ്, നിങ്ങൾ ചൈൽഡ് ബർത്ത് എഡ്യൂക്കേഷൻ അണ്ടർഗോ ചെയ്യുന്നേ, എല്ലാം കൂടെ നമ്മുടെ കെയർ പ്രൊവൈഡർ തന്നെ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് എത്ര പേർക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു ഒബ്സ്റ്റട്രീഷനേ ഉള്ളൂ 100,000 പേർക്ക്. അത്രയ്ക്ക് ഓവർലോഡഡ് ആണ് നമ്മുടെ കെയർ പ്രൊവൈഡേഴ്സ്. സോ അവരിതെല്ലാം കൂടെ എങ്ങനെ ചെയ്യുക? അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മുടെ സൈഡിൽ നിന്ന് ആസ് എ കൺസ്യൂമർ നമ്മൾ ബേസിക്കായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുക. വാട്ട് ഇസ് ചൈൽഡ് ബർത്ത്, അല്ലെങ്കിൽ വാട്ട് ആർ ഓൾ ദീസ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ദറ്റ് ആർ ഡൺ? ഒരു എപ്പിസിയോട്ടം വെച്ച് എന്താണ്? ഒരു എപ്പിഡ്യൂറലിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്? ഒരു എവിഡൻസ് ബേസ്ഡ് ബർത്ത് പ്രാക്ടീസസ് എന്തൊക്കെയാണ്? നിങ്ങൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എവിഡൻസ് ബേസ്ഡ് ബർത്ത് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന സ്ഥലമാണോ?
അത് ഫോളോ ചെയ്യാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അത് ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് ക്രിബ് ആൻഡ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പറയുന്നത്, ആ കെയർ പ്രൊവൈഡറെ പറയുന്നതൊക്കെ തെറ്റല്ലേ? അത് അൺഫെയർ അല്ലേ? സോ നമ്മളിത് രണ്ട് സൈഡും മനസ്സിലാക്കണം. അപ്പം ഞാനിതിന് നടുക്ക് കിടക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ സൈഡ് മനസ്സിലാവുന്നുണ്ട്, ആ സൈഡ് മനസ്സിലാവുന്നുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ. ലാക്ടേഷനിലായതുകൊണ്ട് എനിക്ക് ഒബ്സ്റ്റെട്രീഷ്യൻസും ഫ്രണ്ട്സ് ഉണ്ട്, പീഡിയാട്രീഷ്യൻസും ഫ്രണ്ട്സ് ഉണ്ട്. സോ നമ്മൾ രണ്ട് സൈഡും കാണുന്നുണ്ട്. ഈ മദേഴ്സ് നമ്മുടെ അടുത്ത് വരുന്ന പറയുന്ന കംപ്ലയിൻറ്റുകൾ DM-ലൊക്കെ ഹോസ്പിറ്റലിൻ്റെ പേര് സഹിതമാണ് DM ഇടുന്നത്. മാം ഇതൊന്ന് പോസ്റ്റ് ചെയ്യാമോ, ഈ ഡോക്ടറാണ് ചെയ്തത്, ഈ DU ഹോസ്പിറ്റലാണ്. ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ബാഡ് സ്റ്റോറി, സാഡ് സ്റ്റോറി, ഇന്നൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഇത് വരാതെ നോക്കണമെന്ന് പറഞ്ഞിടുമ്പോൾ പോലും അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇടാറുള്ളൂ. സോ നമ്മളിത് രണ്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, ചൈൽഡ് ബർത്ത് എഡ്യൂക്കേഷൻ അണ്ടർഗോ ചെയ്യുക. 12 to 14 hours ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും, എല്ലാത്തിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു തരും, എവിഡൻസ് ബേസ്ഡ് ബർത്ത് പ്രാക്ടീസസ് പറഞ്ഞു തരും. സോ ഇതിൻ്റെ ഒക്കെ ഒരു സെഷനാണ് ഐഡിയൽ ബർത്ത് എന്ന് പറഞ്ഞ് എൻ്റെ ആപ്പിൽ കിടപ്പുണ്ട്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മാം എന്താ ബർത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്? ഞാൻ ബർത്ത് ക്ലാസ്സസ് എടുക്കുന്ന ആളല്ല, പക്ഷേ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുള്ള ഒരു 2 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട് എനിക്ക്. അത് അറ്റൻഡ് ചെയ്തിട്ട് പോയി നിങ്ങൾ ചൈൽഡ് ബർത്ത് എഡ്യൂക്കേഷൻ ക്ലാസ് എടുത്തോളൂ. ഹിപ്നോബർത്തിങ് പ്രാക്ടീസസ് ഉണ്ട്, പെയിൻ റിലീഫിന് എത്ര പേർക്ക് അറിയാം? സോ ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കെയർ പ്രൊവൈഡേഴ്സിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കുറച്ചുണ്ട്. എവിഡൻസ് ബേസ്ഡ് ബർത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. കുറേ പേര് ഇന്നും നാച്ചുറൽ ബർത്ത് എന്ന് വെച്ചാൽ ഹോം ബർത്ത് ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോം ബർത്ത് അല്ല നാച്ചുറൽ ബർത്ത്. നാച്ചുറൽ ബർത്ത് എന്ന് പറയുന്നത് നോൺ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ലോ ഇൻ്റർവെൻഷൻ ആയിട്ടുള്ള ബർത്തിനാണ് നമ്മൾ നാച്ചുറൽ ബർത്ത് എന്ന് വിളിക്കുന്നത്. ഹോം ബർത്ത് വീട്ടിൽ പ്രസവിക്കുന്നത്. ഹോം ബർത്ത് ആരും ചെയ്യണ്ട. ഹോം ബർത്ത് ഇസ് വെരി ഡേഞ്ചറസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ DM ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഇങ്ങനെയുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ പലയിടത്തും പോയി ഉണ്ടാവുമ്പം അവർ രണ്ടാമത്തെ കുട്ടിക്ക് ഹോം ബർത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ തമിഴ്നാട്ടിലൊക്കെ കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം കുറേ പേര് അത് ട്രൈ ചെയ്യുന്നുണ്ട്. അതൊന്നും ട്രൈ ചെയ്യരുത്, അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. നിങ്ങൾ ബർത്ത് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണലിൻ്റെ പ്രോക്സിമിറ്റി നിങ്ങൾക്ക് വേണം. എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഇൻ്റർവീൻ ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന ഒരാളവിടെ വേണം. ഹോം ബർത്ത് ഒരിക്കലും ആരും ട്രൈ ചെയ്യരുത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ ആളുകളുടെ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവർ പോയി ഹോം ബർത്ത് ചെയ്യണം. അപ്പോൾ ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ ചെയ്യാം. ഇല്ല, ഇവിടെ കയ്യിൽ നിൽക്കുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ. ബർത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും പോവാം അങ്ങോട്ടും പോവാമല്ലോ. സോ ഇത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവണം. നമ്മൾ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കറക്റ്റായിട്ടുള്ള കെയർ പ്രൊവൈഡറുടെ അടുത്ത് പോകണം, കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പം ഈ പ്രോബ്ലംസ്, അപ്പോൾ ഞാനിപ്പോൾ ഇമേജ് നിങ്ങൾക്ക് കാണിച്ചത് തന്നെ ഈ ട്രോമ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബർത്തിൻ്റെ സമയത്ത് അവരുടെ ബോഡി ഒരു സിമ്പത്തറ്റിക് മോഡിലോട്ട് പോകുന്നു, ട്രോമയായിട്ട് ഫീൽ ചെയ്യുന്നു. ബർത്ത് പോലും അല്ല അവർക്ക് ട്രോമ കോസ് ചെയ്തത്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ഞാനൊരു 4-5 എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് ഇതുപോലെ 100 കണക്കിന് എക്സാമ്പിൾസ് ഉണ്ട്. ഈ ബർത്ത് ട്രോമ ഇപ്പോൾ അമ്മയെ അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതുപോലെ ബേബിയെ അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് ഞാനൊത്തിരി ലാക്ടേഷൻ പ്രാക്ടീസിലാണ് അത് കാണാറ്. അങ്ങനെയും അഫക്റ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ഒരു പീഡിയാട്രിഷ്യൻ ഉണ്ട്, കാർത്തിക് അണ്ണാമല എന്ന് പറഞ്ഞ്, കോയമ്പത്തൂരിലുണ്ട്. അപ്പം പുള്ളി ഞാനൊക്കെ റെഗുലറായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് മെഡിക്കൽ കരിക്കുലത്തിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഇല്ല എന്നതിനെക്കുറിച്ച് പുള്ളി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതേ കുറേ കാര്യങ്ങളില്ല, കുറേ അപ്ഡേഷൻ ഇനി നടക്കാനുണ്ട്. എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്സ്, നമ്മളൊക്കെ പഠിച്ച എല്ലാ സൈക്കോളജി ടെക്സ്റ്റ് ബുക്കിലും കുറേ അപ്ഡേഷൻ നടക്കാനുണ്ട്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മളൊന്നും ഡിഫെൻഡ് ചെയ്യല്ല വേണ്ടത്. ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾക്ക് അഗൻസ്റ്റ് ആയിട്ട് തന്നെ എത്രയോ മെസ്സേജുകൾ എൻ്റെ തന്നെ DM-ൽ വരാറുണ്ട്. എൻ്റെ തന്നെ കൂടെ പഠിച്ച ആളുകളുടെ കൂടെ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് അവരെന്നെ ജഡ്ജ് ചെയ്തു മാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി DMs വരാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒന്ന് ഡിഫെൻസീവായിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയല്ല ഞാൻ ചെയ്യേണ്ടതാണോ? അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രാക്ടീസ് മാറ്റുക എന്നേ ഞാൻ ചിന്തിക്കാൻ പാടുള്ളൂ, അല്ലേ? എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഞാൻ എങ്ങനെയാണ് ചെയ്യുക? എനിക്ക് കൺവീനിയൻ്റ് ആകുമ്പോൾ ഞാൻ സിസ്റ്റത്തിൻ്റെ കൂടെ, എനിക്ക് ഇൻകൺവീനിയൻ്റ് ആകുമ്പോൾ ഞാൻ ഹ്യൂമനായി മാറുന്നു. എന്നെ അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യരുതെന്ന് പറയുന്നു. അത് തെറ്റല്ലേ? ഞാനും നിങ്ങളും ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഞാനും ആയിക്കോട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരായിക്കോട്ടെ, നമ്മുടെയൊക്കെ കോമൺ ഗോൾ എന്താ? We all want healthy babies and happy mothers, right? സോ അതിന് ബർത്തിൽ ഉണ്ടാവുന്ന ട്രോമ നമുക്ക് എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണ്ടേ? അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താ? വാട്ട് ഇസ് ദ സൊല്യൂഷൻ? ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയ ഒത്തിരി രാജ്യങ്ങളുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ കൊളാബറേറ്റീവ് കെയർ ആണ്. കൊളാബറേറ്റീവ് കെയർ എന്ന് വെച്ചാൽ എന്താണ്? സോ അതാണ് എൻ്റെ ഒരു ഐഡിയൽ ബർത്ത് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഞാനത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ചൈൽഡ് ബർത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറ്. പക്ഷേ അതിൻ്റെ ഒരു ജിസ്റ്റ് എൻ്റെ തൊണ്ട് കൊളാബറേറ്റീവ് കെയർ എന്താണ്. നിങ്ങൾക്കത് എന്താണെന്ന് ഫുള്ള് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഞാനൊരു ഒബ്സ്റ്റട്രീഷ്യനുമായിട്ടൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ നമ്രത ജോർജ് എന്നാണ് പുള്ളിക്കാരുടെ പേര്. ഞാനിവിടെ ചെറിയ ക്ലിപ്പിംഗ് ഇടാം അതിൻ്റെ.
അത് വേണേൽ കണ്ടോളൂ. പക്ഷേ അത് ഫുള്ള് കണ്ടാലേ അത് ഫുൾ മനസ്സിലാകത്തുള്ളൂ. സോ ഒരു 30 മിനിറ്റ്സോളം ഉണ്ട്, അത് പോയി കാണുക. ഒരു ക്ലിപ്പിംഗ് മാത്രം ഞാനിപ്പോൾ ഇവിടെ ഇടാം. Yes. And I did it with you, Swati. Really glad. Thank you. And thank you. Wonderful you do. I did send you that post this morning. It was, posted actually by a colleague, Subhashni, about every person is there also, right? And rightly had put across that irrespective whether you have your degree, you don't have your degree, if you're out there trying to improve the health of someone dear to you, then this day is special for you too. So thank you for spreading the right kind of information on social media. We need more people to be aware, definitely. And that's really what's helping, if I must be honest. Nothing else. I must about that. It really mothers to get the right information from social media, because there's a whole stuff out there, and it's controlled at times, but doing the right thing. So congratulations, and I'm so happy about the work that you. Thank you, Namrata. And that's also why we need to have a collaborative care model. So a collaborative care model would be an inclusive one where all mothers will be provided respectful care, allowing them to birth confidently, knowing fully well that their birth partner, their doula, their midwife, their nurse, obstetrician, neonatologist, anesthetist, all of them are in sync, and they're all available to handle any kind of emergency should one arise. So mothers could be categorized as low and high risk, and obstetricians would be able to focus on high risk mothers while continuing to be safety nets for low risk mothers. The model that we have currently is not the collaborative care model. We have only obstetricians who attend to pregnant mothers. And I'd like to quote a very senior colleague who once said that having a highly trained obstetrician to monitor a low risk birth on a 1:1 basis is like asking a pediatric surgeon to babysit your 2-year-old. Right? It's not a self-sustaining model, especially not in a country with a population like ours. And that's also the reason why there's an uneven distribution of trained specialists in rural and urban areas, right? And it's also the cause of the current medicalization of births. So if you ask me, this journey, right from my internship to my training to my experience at the rural center, and then coming back to the city, has really made me observe these small gaps in the system, which frequently seem to reappear, and then people seem to not have a solution to it, and then they go back, and then they come back with louder voices and louder voices. It's a good thing. Positive criticism is a good thing. Our system evolves like that. But at the same time, solutions are what we want. Yes. So that's also why I thought, today maybe we could discuss the collaborative care model, about how it will really help. The government is making a lot of initiatives to work towards midwifery care in India. And if the collaborative care model is brought in, then that should solve most of the problems that we are facing today. സോ അതിൽ ഡോക്ടർ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൊളാബറേറ്റീവ് കെയർ എന്താണെന്നുള്ളത്. സോ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യൂ, കൂടുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യൂ, കുറച്ചുകൂടെ ബർത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കൂ. നമ്മളൊരു കാറ് വാങ്ങുന്നതിന് മുമ്പ് പോലും ഒത്തിരി റിസർച്ച് ചെയ്തിട്ടും അന്വേഷിച്ചിട്ടൊക്കെ അല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുപോലെ നല്ലൊരു റിസർച്ച് നിങ്ങൾ ബർത്തിനെ കുറിച്ചും ചെയ്യണം. നമ്മുടെ ഓൺ ബോഡീസിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. ബർത്ത് സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ബർത്ത് ഇസ് പാർട്ട് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടില്ലാണ്ട് പോകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് പകുതിയും. സോ ഇന്ന് നമുക്ക് നിലവിലുള്ള 2 ബർത്തിങ് സിസ്റ്റംസ് ബർത്ത് സെൻറ്റേഴ്സും ഹോസ്പിറ്റൽസുമാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ബർത്ത് ചെയ്യുന്ന ഒത്തിരി ഹോസ്പിറ്റൽസ് ഇന്നുണ്ട്. അതുപോലെ ഇന്നിപ്പോൾ ടോപ്പ് മോസ്റ്റ് ഹോസ്പിറ്റൽസ് 1-2 ബർത്ത് സെൻറ്റേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ സിസ്റ്റം മാറിക്കൊണ്ടേയിരിക്കുകയാണ് താങ്ക്ഫുള്ളി. താങ്ക്സ് ടു അമേസിങ് പ്രൊഫഷണൽസ് ഇന്ന് സിസ്റ്റം ഒത്തിരി മാറുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാം. പക്ഷേ എനിക്ക് എല്ലാവരുടെയും കോപ്പറേഷൻ വേണം. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോൾ ഉടനെ ഒന്നും പറയാൻ പാടില്ല, അങ്ങനെ പറയരുത്. വെൽക്കം ഓൾ
new ideas and possibilities. And if anybody wants to discuss more about it, people like me, we are available to discuss. കാരണം നമുക്ക് ഈ മറ്റേ സൈഡ് അറിയാം. സിസ്റ്റത്തിനകത്തല്ലല്ലോ നമ്മൾ, സിസ്റ്റത്തിന് പുറത്ത് നിന്നുകൊണ്ട് സിസ്റ്റത്തിനെ കാണുന്നവർക്ക് സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ അറിയാൻ പറ്റുമെന്നിരിക്കും. സോ ഡിസ്കസ് വിത്ത് പീപ്പിൾ ലൈക്ക് us. We'll give you a lot of suggestions. നമുക്ക് കാരണം അമ്മമാരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയാം, ഫാമിലീസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അറിയാം. Let's all work together. Let's all hold hands and do things together. Right. So ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ത്രീക്ക് ബർത്ത് ട്രോമ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ടുള്ള ചില ഹിൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. സോ ആദ്യത്തേത്, ചില സ്മെൽസും ചില സൗണ്ട്സും ഒന്നും ഇഷ്ടപ്പെടാണ്ട് പോകുന്നത്, എസ്പെഷ്യലി ഈ ബീപ്പിംഗ് മെഷീൻ്റെ സൗണ്ടുകൾ ട്രിഗർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ സ്മെല്ല്, ബ്ലഡിൻ്റെ സ്മെല്ലൊക്കെ ട്രിഗർ ആവുന്നുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ കുറേ പേര് പറയും. അപ്പോൾ അതൊക്കെ ട്രോമ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആവാം. അടുത്തത് ഞാൻ ഒത്തിരി കണ്ടിരിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ് പ്രോബ്ലംസ്. ബ്രസ്റ്റ് ഫീഡിങ് പ്രോബ്ലം ഉണ്ടാകും കുറേ റീസൺസ് ഉണ്ട്. ഐ ക്യാൻ ആക്ച്വലി ലിസ്റ്റ് ഔട്ട് അറ്റ്ലീസ്റ്റ് 100 റീസൺസ്. മിൽക്ക് സപ്ലൈ പ്രോബ്ലം മാത്രമല്ല കേട്ടോ, വേറെ ഒത്തിരി റീസൺസ് ഉണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ് ഉണ്ടാവാൻ. സോ ദർ ആർ സോ മെനി റീസൺസ്, ബട്ട് വൺ ഓഫ് ദ റീസൺസ് ഡെഫിനറ്റ്ലി ഈസ് ബർത്ത് ട്രോമ. സോ ബേബി ഓക്കെ ആയിരിക്കും, അമ്മ ഓക്കെ ആയിരിക്കും, പക്ഷേ അമ്മയുടെ മൈൻഡ് ഫുള്ളി ഡിസോസിയേറ്റ് ആയിരിക്കും. പുള്ളിക്കാരി ഷീ ഈസ് നോട്ട് ഈവൻ പ്രസൻറ്റ്. ബർത്തിനെ കുറിച്ചാണ് ആലോചന മുഴുവൻ. സോ കുഞ്ഞിനെ നോക്കണം, ടേക്ക് കെയർ ചെയ്യണം, പാൽ കൊടുക്കണം, ആ തോട്ടിലോട്ട് പോലും പോയില്ല. കുറേ പേര് ഇത് സ്ലിപ്പ് ഇൻ ടു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഓൾസോ. സോ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആർ നോർമൽ കേട്ടോ, കുറച്ച് ഫ്യൂ വീക്സ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. പക്ഷേ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് മാറി പോസ്റ്റ്മോർട്ടം സ്ട്രെസ് ആവുകയാണ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആവുകയാണ്, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, പോസ്റ്റ്മോർട്ടം മൂഡ് ഡിസോർഡേഴ്സ്, പോസ്റ്റ്മോർട്ടം ആൻസൈറ്റി, അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡേഞ്ചറസ് ആണ്. ദർ ഇസ് ഓൾവേസ് എ പോസിബിലിറ്റി ഓഫ് ബർത്ത് ട്രോമ. വേറൊരു ഇൻഡിക്കേഷൻ, അവരുടെ ബർത്ത് സ്റ്റോറിയെക്കുറിച്ച് അവർക്ക് കരയാതെ പറയാൻ പറ്റുന്നില്ല എന്നതൊരു ചെറിയൊരു ഇൻഡിക്കേഷൻ തന്നെയാണ്. കാരണം ഏതൊരു എക്സ്പീരിയൻസിൻ്റെ കൂടെ നമുക്ക് ഇമോഷൻസ് ധാരാളം വെളിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അകത്ത് ട്രോമ കിടപ്പുണ്ട് എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആവാം. സോ എൻ്റെ പരിചയത്തിലേക്ക് കുറേ പേരുണ്ട്, സെക്ഷനൊന്നും അല്ല അവർക്ക് ട്രോമ, വെജൈനൽ ബർത്ത് ആയിരുന്നു ട്രോമ. വെജൈനൽ ബർത്തിൽ ട്രോമ ഉണ്ടോ ഇത് കുറേ പേര് എനിക്കറിയാം. കാരണം കുറേ പേര് വിചാരിക്കുന്നുണ്ടോ സെക്ഷൻ ആയി കഴിഞ്ഞാൽ ട്രോമ ആയിരിക്കും, വെജൈനൽ ബർത്ത് നല്ലതല്ലേ. വെജൈനൽ ബർത്തിലും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ബർത്ത് മാത്രമല്ല അതിനെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളാണ് ഈ ട്രോമ ക്രിയേറ്റ് ചെയ്യുക സംടൈംസ്. സോ വെജൈനൽ ബർത്ത് കഴിഞ്ഞ് ട്രോമ ഉണ്ടായവരുണ്ട്. എനിക്ക് പരിചയത്തിലുള്ള ഒരാളുണ്ട്, രണ്ടും വെജൈനൽ ബർത്ത് ആണ്. പക്ഷേ രണ്ടിനെ കുറിച്ച് പറയുമ്പം അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റാറില്ല. എന്താണ് ട്രോമ ഉണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയാം, ബട്ട് ഐ എം ടെല്ലിങ് യു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് C-sections that cause trauma, it's the experience that different people go through. Because myth of normal ഡോക്ടർ ഗബോർ മാത്തെ പറയുന്നുണ്ട്, പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഒരു ഇൻസിഡൻ്റ് അല്ല ട്രോമ കോസ് ചെയ്യുന്നത് ഒരിക്കലും. ആ ഇൻസിഡൻറ്റിനെ ആ പേഴ്സണിൻ്റെ ബോഡി എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കും C-section ആയിരിക്കും, ഐ വിൽ ബി ഓക്കെ വിത്ത് ഇറ്റ്. മൈ ഫ്രണ്ട് ഓൾസോ വുഡ് ഹാവ് ഗോൺ ത്രൂ C-section, അവർക്കത് ട്രോമ ആയി കാണുമായിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ കുറേ പേർക്ക് സെക്കൻഡ് ബേബിയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റാറില്ല ബർത്ത് ട്രോമ ഉണ്ടെന്നുണ്ടെങ്കിൽ. സെക്കൻഡ് ബേബിക്ക് ആളുകൾ ഇനീഷ്യേറ്റീവ് എടുക്കാത്തതിന് കുറേ കാരണങ്ങളുണ്ട്. ഇന്നത്തെ സ്കൂൾ ഫീസ് കേട്ടാൽ തന്നെ സെക്കൻഡ് ബേബിക്കൊന്നും ട്രൈ ചെയ്യാൻ തോന്നാറില്ല പലർക്കും. പക്ഷേ അപ്പാർട്ട് ഫ്രം ഓൾ ദാറ്റ്, അയ്യോ ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്നുകൂടെ നോ വേ എന്ന് പറയുന്നവർ കുറേ പേരുണ്ട് കേട്ടോ. അതുപോലെ വേറൊരു കാര്യം, ബർത്തിനെ കുറിച്ചുള്ള എന്ത് കാര്യവും അവർക്ക് ട്രിഗർ ആവുകയാണെന്നുണ്ടെങ്കിലും ട്രോമ ഉണ്ടെന്നാണ് അർത്ഥം. ബർത്തിൻ്റെ വീഡിയോസ് അവർക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ബർത്തിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ എണീറ്റ് പോവും. ആരെങ്കിലും നല്ല ബർത്ത് എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതുപോലെ തന്നെ പാരൻറ്റിങ്ങിലും പല രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ കുറേ പേരുണ്ട് ജെൻറ്റൽ പാരൻറ്റിങ്ങിന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വരും. മാം ജെൻറ്റൽ പാരൻറ്റിങ് കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് കുട്ടിയോട് ജെൻറ്റൽ ആവാൻ പറ്റുന്നില്ല, എനിക്ക് ദേഷ്യം വരികയാണ് കുഞ്ഞിനെ കാണുമ്പോൾ മുഴുവൻ. കാരണം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്, കുഞ്ഞ് കാരണമല്ലേ നമ്മളിങ്ങനെ അണ്ടർഗോ ചെയ്യുന്നത്, ഈ പ്രസവം നടന്നില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ലൈഫ് ബെറ്റർ ആയിരിക്കുമല്ലോ, ആ ഒരു തോട്ട് പ്രോസസ്സൊക്കെ ഉണ്ട്. സോ ബർത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ബോഡി എപ്പോഴും ഒരു സിമ്പത്തറ്റിക് മോഡിലായതുകൊണ്ട് അവർക്ക് റിലാക്സ് ആവാൻ പറ്റുന്നില്ല, കാം ഡൗൺ ആവാൻ പറ്റുന്നില്ല. സോ ജെൻറ്റൽ പാരൻറ്റിങ് ഒന്നും ചെയ്യാനേ പറ്റുന്നില്ല കുറേ പേർക്ക്. സോ ഇതൊക്കെ കുറച്ച് ഹിൻസ് ആൻഡ് സജഷൻസ് ആണ്. നിങ്ങളൊരു പ്രൊഫഷണൽ അടുത്ത് പോയിട്ട് പ്രോപ്പറായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ തരുന്നതേ ഉള്ളൂ. ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ഇൻഫർമേഷനൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഹാഫ് ബേക്ക്ഡ് ആയിട്ടൊന്നും എടുത്തേക്കരുത്. നിങ്ങൾ പ്രോപ്പർ ഇൻഫർമേഷന് വേണ്ടി അകത്തേക്ക് ഡിഗ് ചെയ്യണം. യു ഷുഡ് ഡിഗ് ആൻഡ് റിസർച്ച് ആസ് ഡീപ്പ് ആസ് പോസിബിൾ. ഞാൻ പറയുന്നതും വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, യു ക്യാൻ ഡു യുവർ ഓൺ റിസർച്ച്. വി ആർ ഓൾ വെരി സ്മാർട്ട് പീപ്പിൾ. സോ ഐ വിഷ് all of you all the best to learn more about birth also, because birth is also part of sexuality health education only. Thank you.